here, even though virtually, we are gathered here to celebrate the Reading Day of 2021. As a citizen of India and a new child to this globe, reading is something that is really essential and inevitable. So, let's start today's program with Almighty's blessings. So, for prayer, I invite Sri Nanda of 7B. सहना भवतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधितमस्तु मा विद्विषावहै ॐ शान्ति शान्ति शान्तिः चिन्मयं व्यापि यत्सर्वं त्रैलोक्यं सचराचरं तत्पदं दर्शितं येन तस्मै श्री गुरवे नमः. Now, let's sharpen our ears for this year's Reading Day's message by our respected manager, K.S. Vijay Kumar sir. ഹരി ഓം നമസ്കാരം. എല്ലാവർക്കും പ്രണാമം. ഈ എല്ലാ വർഷവും നമ്മൾ ജൂൺ 19 വായനാ ദിനമായി കൊണ്ടാടുന്നുണ്ട്. എന്താണ് ഈ വായനാ ദിനത്തിൻ്റെ പ്രത്യേകത? കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ ഉപജ്ഞാതാവും അതിൻ്റെ പ്രചാരകനും എല്ലാമായിരുന്ന ശ്രീ പുതുവായിൽ നാരായണ പണിക്കർ എന്ന P.N. പണിക്കരുടെ ചരമവാർഷിക ദിനമാണ് ജൂൺ 19. 1909 മാർച്ച് 1 ജനിച്ച് 1995 ജൂൺ 19 അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ ആ ചരമദിനം കേരള സർക്കാർ വായനാ ദിനമായി ആചരിക്കുന്നു. സ്കൂളുകളിൽ വായന പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഈ ദിനം ആഘോഷിക്കുന്നു. എല്ലാ സ്കൂളുകളിലും നമ്മൾ അത് ആഘോഷിക്കുന്നുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ ടെക്നോളജിയൊക്കെ ഇമ്പ്രൂവ് ചെയ്തു. നമ്മൾ പഠിത്തം ഓൺലൈനാക്കി. അതുപോലെ തന്നെ വായനയും ഒരു പരിധി വരെ ഓൺലൈനാണ്. അതുകൊണ്ട് ഈ റീഡിംഗ് ക്ലബ്ബുകൾ, IT ക്ലബ്ബുകൾ, ഇലക്ട്രോണിക് ക്ലബ്ബുകൾ ഇതൊക്കെയാണിപ്പോൾ ശരിക്കും പറഞ്ഞാൽ സ്കൂളുകളിൽ വായനാ ദിനത്തിന് സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ഈ ദിവസം നമ്മൾ അതിനായിട്ട് ചിലവഴിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ സ്കൂളിലും ഉണ്ട്, കിൻഡർ റീഡറൊക്കെ ഉണ്ട്. നമ്മുടെ ഇത് ഇപ്പോൾ സ്കൂൾ അടച്ചിരിക്കുന്നതാണ്. അതായത് കോവിഡ് കാരണം സ്കൂൾ അടച്ചിരിക്കുന്നതുകൊണ്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ അതിൽ ആക്സസ് ചെയ്യാൻ ഉണ്ടാവില്ല. പക്ഷേ അത് കഴിഞ്ഞ് സ്കൂൾ തുറന്നു വരുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് അതും ഉപയോഗിക്കാൻ പറ്റും. പിന്നെ നമുക്ക് നല്ലൊരു ലൈബ്രറി ഉണ്ട്, വായിക്കാൻ ഇഷ്ടം പോലെ പുസ്തകങ്ങളുണ്ട്. നിങ്ങൾ അതൊക്കെ വായിച്ച് നല്ല രീതിയിൽ ലൈബ്രറി ഉപയോഗിക്കണം. അദ്ദേഹം ചെറുപ്പത്തിൽ കൂട്ടുകാർക്കൊപ്പം വീടുകൾ തോറും കയറി ഇറങ്ങി വീട്ടിലൊക്കെ വായിച്ച് കിടക്കുന്ന പഴയ പുസ്തകങ്ങളൊക്കെ കളക്ട് ചെയ്ത് അങ്ങനെ ആ പുസ്തകങ്ങളെല്ലാം കൊണ്ട് ജന്മനാട്ടിലൊരു സനാതനധർമ്മ വായനശാല ആരംഭിച്ചു. ആ വായനശാലയാണ് ശരിക്കും പറഞ്ഞാൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ തുടക്കം. വായിച്ച് വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്നൊരു മുദ്രാവാക്യം അദ്ദേഹം കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം പ്രചരിപ്പിക്കുകയുണ്ടായി. നമ്മുടെ കുഞ്ഞുണ്ണി മാഷിൻ്റെ വായനയെക്കുറിച്ചുള്ള ഒരു ചെറിയ കവിത ഈ തരുണത്തിൽ വളരെ അർത്ഥവത്തായെന്ന് തോന്നുന്നു. വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും. അതാണ് അദ്ദേഹത്തിൻ്റെ കവിത. വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും. അപ്പോൾ
അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ വളയണ്ട, വായിച്ച് വിളഞ്ഞ് നന്നായി വരിക. എല്ലാവരും വായന ഒരു വ്രതമാക്കുക. നല്ലത് വരട്ടെ. ഹരി ഓം. Thank you, sir, for your wonderful message. It was really motivating. So, now I invite Dr. Slally ma'am, the backbone of our school, to give us message about reading. ഹരിയോ, ഗുഡ് മോർണിംഗ് ടു ഓൾ. പ്രിയമുള്ള സഹപ്രവർത്തകരെ, ചിന്മയ വിദ്യാലയത്തിലെ ഏറ്റവും സ്നേഹനിധികളായ വിദ്യാർത്ഥിനികളെ, ഏവർക്കും ആവേശഭരിതമായ ഒരു വായനാ ദിനം ആശംസിക്കുന്നു. വായനാ ദിനമെന്ന് പറയുമ്പോൾ നമ്മുടെ ഏവരുടെയും മനസ്സിൽ ഓടിയെത്തുന്നത് കുഞ്ഞുണ്ണി മാഷിൻ്റെ ഒരു കവിതയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ആ കവിത അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വായിച്ചാലും വളരും, വായിച്ചില്ലേലും വളരും. വായിച്ച് വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ പാളയും. നമ്മൾ മാസങ്ങളോളം വായനാ ദിനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചാൽ ഈ ഒരു കവിതയിൽ അടങ്ങിയിരിക്കുന്ന ആശയം കേൾവിക്കാരിൽ എത്തിക്കാൻ പറ്റുമോ എന്നത് സംശയിക്കേണ്ടിയിരിക്കുന്നു. അത്രമാത്രം അർത്ഥഗർഭമാണ് കുഞ്ഞുണ്ണി മാഷിൻ്റെ ഈ ഒരു കവിതയിൽ അടങ്ങിയിരിക്കുന്നത്. കേരളത്തിൽ വായനാ ദിനം ആചരിക്കുന്നത് ജൂൺ 19-നാണ്. ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവും ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ പ്രചാരകനുമായ ശ്രീ PN പണിക്കരുടെ ചരമദിനമാണ് കേരളത്തിൽ വായനാ ദിനമായി ആചരിക്കുന്നത്. വായിച്ച് വളരുക, ചിന്തിച്ച് വിവേകികളാവുക എന്ന ആഹ്വാനമാണ് അദ്ദേഹം സമൂഹത്തിന് നൽകിയത്. തൻ്റെ കേരളത്തിലെ ഒരു ചെറിയ ഗ്രാമം പോലും ഗ്രന്ഥശാലകൾ ഇല്ലാതിരിക്കരുത് എന്ന് അതിയായി ആഗ്രഹിക്കുകയും എല്ലാ ഗ്രാമങ്ങളിലും ഗ്രന്ഥശാല പ്രസ്ഥാനം തുടങ്ങുന്നതിന് അഹോരാത്രം പണിപ്പെട്ട, പ്രയത്നിച്ച, തൻ്റെ സ്വപ്നം സാക്ഷാത്കരിച്ച മഹത് വ്യക്തിയാണ് ശ്രീ PN പണിക്കർ. അദ്ദേഹത്തിൻ്റെ ചരമദിനമാണ് നാം എല്ലാം ഇന്ന് വായനാ ദിനമായി ആചരിക്കുന്നത്. ഒരു വ്യക്തിയുടെ സമ്പത്തെന്ന് പറയുന്നത് അദ്ദേഹത്തിന് ശേഖരിച്ചു വെച്ചേക്കുന്ന പുസ്തകങ്ങളുടെ എണ്ണം മാത്രമല്ല, മറിച്ച് അദ്ദേഹം ആർജിച്ചെടുത്ത വായനാശീലമായിരിക്കണം. നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടുന്നതും ആയിട്ടുള്ള ഒരു പ്രധാന കാര്യമാണ്. ഇപ്പം നമ്മുടെ സ്കൂളിൽ ലൈബ്രറി ഉണ്ട്. ആ ലൈബ്രറി നമ്മൾ എത്രമാത്രം ഉപയോഗപ്പെടുത്തുന്നു എന്നതാണ് നമ്മുടെ സമ്പത്തിൻ്റെ ഒരു അളവ് നിശ്ചയിക്കുന്നത്. അല്ലാതെ ലൈബ്രറിയിലെ പുസ്തകങ്ങളുടെ എണ്ണമല്ല, അത് എങ്ങനെ കുട്ടികൾ ഉപയോഗപ്പെടുത്തുന്നു എന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലൈബ്രറി പീരീഡുകൾ ഉണ്ടായിരുന്നു. നിങ്ങൾ വായനയുടെ ലോകത്ത് നിങ്ങളെ എത്തിക്കാനായിട്ടുള്ള പരിശ്രമം നമ്മുടെ വിദ്യാലയത്തിനുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളുടെ ഒരു സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിൻ്റെ ഭാഗമായി നമുക്കത് ചെയ്യാൻ പറ്റുന്നില്ല. എങ്കിലും നിങ്ങൾ വായനാശീലം വളർത്തിയെടുക്കാനുള്ള പ്രവർത്തനങ്ങൾ നിങ്ങളുടെ അധ്യാപകർ ആരംഭിച്ചു കഴിഞ്ഞു അല്ലേ? അപ്പോൾ ഒരു വ്യക്തിയുടെ സമ്പത്തെന്ന് പറയുന്നത് ആർജിച്ചെടുത്ത വായനാശീലം ആണ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ബെർട്രൻഡ് റസൽ ഒരിക്കൽ പറയുകയുണ്ടായി, വായിക്കുന്നത് കൊണ്ട് 2 ഉപയോഗമാണെന്ന്. 1 ആസ്വാദനം, 2 പൊങ്ങച്ചം. നമുക്ക് ആദ്യം പറഞ്ഞത് മതി. നമ്മൾ എന്ത് വായിച്ചു, ആ വായിച്ച കാര്യങ്ങൾ ഇതൊക്കെയാണെന്ന് മറ്റുള്ളവരെ അടുത്ത് വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്നതല്ല നമുക്ക് ആവശ്യമെന്ന് പറയുന്നത് ആസ്വാദനം. ആസ്വദിച്ച് വായിക്കാൻ പറ്റണം. നമ്മുടെ പുസ്തകങ്ങൾക്ക് വെളിയിൽ വിശാലമായ ഒരു ലോകമുണ്ട്. ആ ലോകത്തെ നമ്മൾ കാണണം. നമ്മുടെ കണ്ണിലൂടെ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റണം. വിശാലമായ ലോകത്തെക്കുറിച്ചിട്ടുള്ള അറിവ് വായനയിലൂടെ നമ്മൾ ആർജിച്ചെടുക്കണം. നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളെ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിൽ തളച്ചിടാതെ വായനയുടെ വിശാലമായ ലോകത്ത് ഇറങ്ങിച്ചെല്ലാനുള്ള ഒരു ആർജവം നമുക്കുണ്ടാകണം. നമ്മുടെ ശരീര വളർച്ചയ്ക്ക് ആഹാരം എത്രമാത്രം ആവശ്യമാണോ അതേപോലെയാണ് മനസ്സിൻ്റെയും ബുദ്ധിയുടെയും വളർച്ചയ്ക്ക് വായന എന്ന് പറയുന്നത്. നാം കഴിക്കുന്ന ആഹാര സാധനങ്ങൾ വേണ്ട വിധത്തിൽ ദഹിച്ചാൽ മാത്രമേ അതിലടങ്ങിയിട്ടുള്ള പോഷകഘടകങ്ങൾ നമ്മുടെ ശരീരം ആഗിരണം ചെയ്യുകയും ആ ആഗിരണം ചെയ്യുന്ന പോഷകഘടകങ്ങൾ നമ്മുടെ കോശങ്ങളിൽ സ്വീകാര്യമാവുകയും ആർജിച്ചെടുക്കാൻ പറ്റുകയും ചെയ്യുകയുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മൾ വായിക്കുമ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മനസ്സ് അതിൽ കൊടുത്ത് ഏകാഗ്രമായി നമ്മൾ വായിക്കണം. അപ്പോഴാണ് വായനയുടെ ഒരു ആസ്വാദന ശക്തി നമുക്ക് അനുഭവപ്പെടുന്നത്. ആസ്വദിച്ച് വായിക്കാൻ നമുക്ക് പറ്റണം. അപ്പോൾ തീർച്ചയായിട്ടും ചിന്മയ വിദ്യാലയത്തിലെ ഓരോ കുഞ്ഞുങ്ങളും ഈ ഒരു വായനാ ദിനത്തിൽ പ്രതിജ്ഞ എടുക്കേണ്ടുന്നത് വായനയുടെ ആ ഒരു ലോകം ആസ്വദിച്ച് വായിക്കാനുള്ള ആ ഒരു ശക്തി, ആ ഒരു കഴിവ് ഞാൻ ആർജിച്ചെടുക്കും എന്നതായിരിക്കണം. അതിൻ്റെ ചവിട്ടുപടി എന്നോണം പത്രവായന നമ്മൾ റെഗുലറായിട്ട് നടത്തേണ്ടുന്ന ഒരു കാര്യമാണ്. ആരെങ്കിലും പ്രേരിപ്പിക്കുമ്പോൾ മാത്രമല്ല, നമ്മുടെ മനസ്സിൽ തോന്നണം
എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. ആദ്യത്തെ പടി എന്ന് പറയുന്നത് പത്രവായന. അങ്ങനെ നമ്മൾ വായിച്ചു വരുമ്പോൾ സൺഡേ സപ്ലിമെൻറ്റിലൊക്കെ വരുന്ന വാർത്തകൾ വായിക്കും നമ്മൾ. അപ്പോൾ അതിൽ പല എഴുത്തുകാരുടെ എഴുത്ത് ശൈലികൾ നമുക്ക് അറിയാൻ പറ്റും. ആ എഴുത്തിൽ അവർ മറ്റു ചില പ്രശസ്തരായ എഴുത്തുകാരെക്കുറിച്ച് എഴുതിയിരിക്കും. ചിലപ്പോൾ ആ ആശയങ്ങളായിരിക്കും നമ്മളെ കൂടുതൽ ആ ഒരു വായനയിലേക്ക് ഊളിയിട്ടിറങ്ങാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ അവരുടെ കൃതികൾ വായിക്കാൻ നമ്മൾ ശ്രമിക്കും. അപ്പോൾ നമുക്ക് ഒരുപാട് ആശയങ്ങൾ ഉണ്ടാകും. ആ ആശയങ്ങൾ നമ്മൾ സ്വാംശീകരിച്ചെടുക്കുന്നു. നമ്മുടെ ദഹിച്ച ആഹാരത്തിൽ നിന്ന് ശരീരകോശങ്ങൾ സ്വാംശീകരിച്ച് എടുക്കുന്ന ആ ഒരു ആർജിച്ചെടുക്കുന്ന ശക്തി പോലെ നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സും ഹൃദയവും ഏകാഗ്രമായി വെച്ചാൽ മാത്രമേ ആസ്വദിച്ച് വായിക്കാൻ നമുക്ക് പറ്റുകയുള്ളൂ. നമുക്ക് യാതൊരു വിധത്തിലുള്ള യാത്രയോ അതുപോലെ തന്നെ യാത്രാ ക്ലേശങ്ങളോ സാമ്പത്തിക ബാധ്യതയോ ഒന്നും ഉണ്ടാക്കാതെ നമ്മുടെ അറിവിൻ്റെ ലോകത്തേക്ക് നമ്മളെ കൈപിടിച്ചുയർത്തുന്ന ഒരു ശീലമാണ് വായന. ആസ്വദിച്ച് വായിക്കാൻ നമുക്ക് കഴിയണം. നമുക്ക് ധാരാളം സുഹൃത്തുക്കളുണ്ട്. ഒരു സുഹൃത്ത് മറ്റൊരു സുഹൃത്തിന് പകരമാകത്തില്ല. എല്ലാ സുഹൃത്തുക്കളുമായിട്ടുള്ള നമ്മുടെ സൗഹൃദം എന്ന് പറയുന്നതും ഒരുപോലെയല്ലേ. എങ്കിലും അവരുമായിട്ടുള്ള ബന്ധം നമ്മൾ ഒരൊറ്റ വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നു, സൗഹൃദം. അതുപോലെ തന്നെ ആലപ്പുഴത്തെ പഞ്ചസാര മണ്ണിന് തുല്യമല്ല തിരുവനന്തപുരത്തിലെ ചെളിമണ്ണ്. എങ്കിലും നമ്മൾ അവയെ മണ്ണ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നു. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിലാണ് സാഹിത്യകാരന്മാരും അതുപോലെ തന്നെ കുമാരനാശാനെ പോലെയുള്ള കവികളും മറ്റ് സാഹിത്യകാരന്മാരുമൊക്കെ ഇന്ന് ഭാഷ എനിക്ക് അപൂർണം എന്ന് പാടിയത് അല്ലെങ്കിൽ അവർ പറഞ്ഞത്. കാരണം മനസ്സിലെ ആശയങ്ങളെ പ്രകടമാക്കാനായിട്ട് ഇന്ന് ഭാഷ എനിക്ക് അപൂർണം എന്ന് വെച്ചാൽ നമ്മുടെ ഭാഷയ്ക്ക് പദശക്തി ഇല്ല എന്നല്ല അതിൻ്റെ അർത്ഥം. അതിൻ്റെ പൊരുൾ നമ്മൾ ഉൾക്കൊള്ളണമെങ്കിൽ നമ്മൾ ആസ്വാദന ലോകത്ത് എത്തണം, അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും കണ്ടുപിടുത്തങ്ങളെ പോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ശാസ്ത്ര മേഖലയിലെ കണ്ടുപിടുത്തങ്ങളും ആ അറിവുകളും എത്രമാത്രം നമുക്ക് പ്രചോദനം നൽകുന്നുവോ അത്രയും പ്രചോദനം നമുക്ക് സാഹിത്യ ലോകത്തിലൂടെ സഞ്ചരിക്കുമ്പോഴും നമുക്കുണ്ടാകും. അപ്പോൾ അതിനെ ആസ്വദിച്ച് വായിക്കാൻ നമുക്ക് കഴിയണം. തീർച്ചയായിട്ടും മനസ്സിൻ്റെയും ഹൃദയത്തിൻ്റെയും വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള വായന ഒരു ശീലമാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. ഇതുവരെ തുടങ്ങിയിട്ടില്ലെങ്കിൽ ഈ വായനാ ദിനത്തിൽ നിങ്ങൾ അതിന് തുടക്കമിടണം. അതിന് നിങ്ങൾക്ക് കഴിയണം. അപ്പോൾ വായനയുടെ ലോകത്ത് വായിച്ച് വളരാൻ നിങ്ങൾ എത്തണം. വായിച്ച് വളർന്ന് ചിന്തിച്ച് വിവേകികളാകണം. അപ്പോൾ വായിച്ച് വളർന്ന് വിവേകശാലികളായി അനന്ത വികായസിൽ പറന്നുയർന്ന ഒരു ശുക്ര നക്ഷത്രമായി ജ്വലിച്ചു നിൽക്കാൻ ചിന്മയ വിദ്യാലയത്തിലെ ഓരോ കുരുന്നിനും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ആവേശഭരിതമായ ഒരു വായനാ ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you, ma'am. Next, I invite our dearest Meera teacher to give us message about reading. ഹരി ഓം. എത്രയും ബഹുമാനപ്പെട്ട മാനേജർ ശ്രീ വിജയകുമാർ സാർ, ബഹുമാന്യനായ സെക്രട്ടറി നാരായണൻ സാർ, നമ്മുടെ പ്രിയങ്കരിയായ പ്രിൻസിപ്പൽ ഡോക്ടർ സ്ലാലിമ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, സ്നേഹം നിറഞ്ഞ എൻ്റെ സഹപ്രവർത്തകരെ, ഇന്ന് ജൂൺ 19 വായനാ ദിനം. ഏവർക്കും എൻ്റെ വായനാ ദിന ആശംസകൾ. എന്താണ് ഈ ദിവസം തന്നെ നമ്മൾ വായനാ ദിനമായി ആചരിക്കുന്നത്? ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് വേണ്ടി ജീവിതം മാറ്റിവെച്ച ഒരു മഹത് വ്യക്തി ഉണ്ടായിരുന്നു, ശ്രീ PN പണിക്കർ. അദ്ദേഹത്തിൻ്റെ ചരമദിനമാണ് ഇന്ന് വായനാ ദിനമായിട്ട് നാം ആചരിക്കുന്നത്. സമയം സ്കൂളുകളിലൊക്കെ ധാരാളം പ്രോഗ്രാമുകളൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ 2 വർഷം, ഈ വർഷവും കഴിഞ്ഞ വർഷവുമായിട്ട് ഇത് നമുക്ക് വേണ്ടതുപോലെ ആഘോഷിക്കാനൊന്നും കഴിയുന്നില്ല. കാരണം കോവിഡ് എന്ന മഹാമാരി, അല്ലേ? പക്ഷേ നമ്മൾ ഇവിടെ ഇരുന്ന് ഓൺലൈൻ വഴിയാണ് ഇപ്രാവശ്യം നമ്മുടെ വായനാ ദിനം, സ്കൂളിൻ്റെ വായനാ ദിനം ആചരിക്കുന്നത്. ഈ സമയത്ത് നമ്മൾ ഓർക്കേണ്ട കാര്യം, പുസ്തകങ്ങളെ സ്നേഹിക്കണം. നമ്മൾ വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും, അല്ലേ? പക്ഷെ വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിലോ വളയും. ഇത് ആരുടെ വാക്കുകളാണെന്ന് അറിയാമായിരിക്കുമല്ലോ. കുഞ്ഞുണ്ണി മാഷിൻ്റെ, നമ്മുടെ എല്ലാം പ്രിയ കവിയായ കുഞ്ഞുണ്ണി മാഷിൻ്റെ വരികളാണ്. എത്ര അർത്ഥവത്തായ വരികളാണ്, അല്ലേ?
നല്ല നല്ല പുസ്തകങ്ങളിലൂടെ വായിച്ചു വേണം നമ്മൾ വളരാൻ. പുസ്തകങ്ങളെ കൂട്ടുകാരാക്കണം. അങ്ങനെ ചെയ്താൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നല്ല ഉയർച്ചയുണ്ടാകും. നിങ്ങൾക്കറിയാം, ഇപ്പോൾ നമ്മളെല്ലാവരും വീട്ടിലിരിക്കുകയാണ് അല്ലേ? എല്ലാവരും, മാതാപിതാക്കളും കുറേ പേര് വീട്ടിലിരിക്കുകയാണ്, ബാക്കി കുട്ടികളുമുണ്ട്. ഈ സമയത്ത് കുട്ടികൾ വീട്ടിൽ എത്ര പുസ്തകങ്ങൾ, ചില വീട്ടുകളിൽ ധാരാളം പുസ്തകങ്ങൾ കാണും, ചിലരുടെ വീട്ടിൽ കുറച്ച് ഉള്ള പുസ്തകങ്ങൾ നല്ലവണ്ണം വായിച്ച് ഒരു വായനാക്കുറിപ്പൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കിക്കേ, എന്തായിരിക്കും. അതാ നമ്മൾ വായിക്കുന്നതിലൂടെ നമ്മുടെ അറിവ് വർദ്ധിക്കും, അതിനോടൊപ്പം തന്നെ പദസമ്പത്ത് നമ്മുടെ വർദ്ധിക്കും. അങ്ങനെ നിങ്ങൾക്ക് എഴുതാനും നല്ല നല്ല കാര്യങ്ങളൊക്കെ എഴുതാനൊക്കെ സാധിക്കും. അപ്പോൾ വായനയെ സ്നേഹിക്കണം. പണ്ട് കാലത്ത് ഈ വായന ആൾക്കാർ പുസ്തക വായന നല്ലവണ്ണമുള്ള ഒരു കാലമായിരുന്നു. ഇപ്പോൾ ഇതെല്ലാം ഇൻ്റർനെറ്റും അല്ലെങ്കിൽ മൊബൈൽ ഫോണും കൈയടക്കി അല്ലേ? പക്ഷെ നിങ്ങൾ ചിന്മയ വിദ്യാലയത്തിലെ കുട്ടികൾ ലൈബ്രറിയിൽ പോയി പുസ്തകങ്ങൾ വായിക്കാൻ ഇപ്പോൾ പറ്റിയില്ല എന്നറിയാമെങ്കിലും വീട്ടിൽ പുസ്തകങ്ങളുണ്ടെങ്കിൽ അത് വായിക്കുകയും സ്കൂളിൽ വരുമ്പോൾ നമ്മുടെ ലൈബ്രറിയിൽ നിന്ന് പുസ്തകങ്ങളൊക്കെ എടുത്ത് വായിക്കുകയൊക്കെ വേണം. നല്ല നല്ല പുസ്തക വായനയിലൂടെ നിങ്ങളുടെ ജീവിതത്തിനെ ഉയർച്ചയുടെ പടവുകൾ താണ്ടാനായിട്ട് കഴിയും. പുസ്തകങ്ങളെ നല്ല കൂട്ടുകാരാക്കി നിങ്ങൾ ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കണം. അങ്ങനെ പുസ്തക വായന എന്താണ്? പുസ്തക വായനയിലൂടെ നമുക്ക് കാര്യങ്ങൾ മാത്രമല്ല, പല ജനറലായിട്ടുള്ള കാര്യങ്ങളും അറിയാൻ പറ്റും അല്ലേ? കഥ പുസ്തകങ്ങളും കവിതാ പുസ്തകങ്ങളും ഒക്കെ വായിക്കണം. എല്ലാ തരത്തിലുള്ള പുസ്തകങ്ങളും വായിക്കണം. ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, നല്ല പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കുക. നമ്മൾ നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കത്തില്ലേ, അതുപോലെ നമ്മൾ നല്ല പുസ്തകങ്ങളെയും തിരഞ്ഞെടുക്കുക. നല്ല പുസ്തകങ്ങൾ തിരഞ്ഞെടുത്ത് വായിക്കാൻ എൻ്റെ ചിന്മയ വിദ്യാലയത്തിലെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ എല്ലാവരും ശ്രമിക്കും എന്ന വിശ്വാസത്തോടു കൂടി നിർത്തുന്നു. എല്ലാവിധമായ വായനാ ദിന ആശംസകളും. നന്ദി, നമസ്കാരം. And now let's start our programs by friends. So I invite Aradhya Ajayan of class 4A for Malayalam reading. എൻ്റെ പേര് ആരാധ്യ അജയൻ. ഞാൻ വായനാ ദിനത്തോടനുബന്ധിച്ച് ഒരു കവിതയാണ് ചൊല്ലുവാൻ പോകുന്നത്. അക്ഷരനിധിയിൽ നിന്നും നാം അറിവിൻ മുത്തുകൾ വാരേണം. പുസ്തകമെന്നൊരു ചെങ്ങാതി, ഉത്തമനായൊരു വഴികാട്ടി. അറിയുക നമ്മൾ ലോകത്തെ വായന എന്നൊരു കർമ്മത്താൽ. വായിച്ചങ്ങനെ വളരേണം, നേടണമെന്നും വിജ്ഞാനം. വായിച്ചങ്ങനെ വളരേണം, നേടണമെന്നും വിജ്ഞാനം. ജ്ഞാനത്തിൻ പ്രഭ വിതറേണം, അജ്ഞതയെന്നും വെടിയേണം. പുസ്തക വായനശീലത്താൽ അറിവിൻ ശോഭ പരക്കട്ടെ. പുസ്തക വായനശീലത്താൽ അറിവിൻ ശോഭ പരക്കട്ടെ. അറിവിൻ ശോഭ പരക്കട്ടെ. അറിവിൻ ശോഭ പരക്കട്ടെ. നന്ദി, നമസ്കാരം. Thank you, Aradhya. It was just beautiful. Next, I would like to invite Kirtana Rajiv of UKG for a moral story. ഹരിയം. ഇന്ന് ദേശീയ വായനാ ദിനം. ഇന്ത്യൻ ലൈബ്രറി പ്രസ്ഥാനത്തിൻ്റെ പിതാവായ PN പണിക്കരുടെ ബഹുമാനാർത്ഥം ആണ് ഈ ദിനം ആചരിക്കുന്നത്. ഞാൻ ഇന്ന് ഇവിടെ വായിക്കുവാൻ പോകുന്നത് ഒരു ഗുണപാഠ കഥയാണ്. അനുസരണയില്ലാത്ത കുട്ടി. ഒരിടത്ത് ഒരു കുട്ടിയുണ്ടായിരുന്നു. അവന് കശുവണ്ടി ഏറെ ഇഷ്ടമായിരുന്നു. അമ്മ അവന് ദിവസവും കശുവണ്ടി നൽകുമായിരുന്നു. പക്ഷേ 2 3 എണ്ണം മാത്രം. അമ്മ എന്നും പറയും, ഏറെ തിന്നാൽ വയറുവേന വരും. ഒരു ദിവസം അമ്മ മാർക്കറ്റിൽ പോയ നേരം വീട്ടിൽ മകൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ അടുക്കളയിൽ ചെന്ന് കശുവണ്ടി പാത്രം എടുത്ത് പാത്രം കാലിയാകുന്നതുവരെ അവ തിന്നു. പിറ്റേ ദിവസം കുട്ടി വയറുവേദന കൊണ്ട് പുടഞ്ഞു. ഗുണപാഠം: മൂത്തവരെ അനുസരിക്കുക.
Thank you. Thank you, Kirtana. It was really good and motivating. Now, let me invite Vishnu N of class 2nd A for English reading. Hariom, a happy child. My house is red, a little house, a happy child am I. I laugh and play the whole day long. I hardly ever cry. I have a tree, a green, green tree, to shade me from the sun. And under it I often sit when all my play is done. And next, for a Hindi story, I invite Kirtana Krishna of 6th. हरिओम, मेरा नाम कीर्तना कृष्णा है। मैं 6वीं कक्षा में पढ़ती हूँ। आदरणीय गुरुजनों और मेरे प्यारे मित्रों, सबको मेरा प्रणाम। आज 19 जून वाजन दिवस। इस शुभ अवसर पर पहले आप सभी को वाजन दिवस की हार्दिक शुभकामनाएं। आपके सामने मैं एक लघु कथा प्रस्तुत करती हूँ। आप सब सुनने के लिए इंटरेस्ट है ना? यह एक शेर और 3 बैलों की कथा है। एक बार की बात है, 3 बैलों आपस में बहुत अच्छे दोस्त थे। वे साथ मिलकर घास चरने जाते और बिना किसी राग द्वेष के हर चीज आपस में बांटते थे। एक शेर काफी दिनों से उन तीनों के पीछे पड़ा था, लेकिन वह जानता था कि जब तक ये तीनों एकजुट है तब तक वह उनका कुछ नहीं बिगाड़ सकता। शेर ने उन तीनों को एक दूसरे से अलग करने की चाल चली। उसने बैलों के बारे में अफवाहें उड़ानी शुरू कर दी। अफवाहें सुनकर उन तीनों के बीच गलतफहमी पैदा हो गई। धीरे धीरे वे एक दूसरे से जलने लगे। आखिरकार एक दिन उनमें झगड़ा हो गया और वे अलग अलग रहने लगे। शेर के लिए यह बहुत अच्छा अवसर था। उसने इसका पूरा लाभ उठाया और एक एक करके तीनों को उसने मार डाला और खा गया। इसका मोरल, एकता में ही शक्ति होती है। थैंक यू। Thank you, Kirtana. Next, for Malayalam reading, I invite Arish Binoy of 1st B. Hariom, I am Arish Binoy. I am studying 1st standard. വായന ദിനത്തിൽ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു കഥയാണ്. ആ കഥയുടെ ഗുണപാഠം ഐക്യമാണ് ശക്തി. ഒരിക്കൽ കുറെ പ്രാവുകൾ ഭക്ഷണം തേടി പറക്കുകയായിരുന്നു. അവ ഒരിടത്ത് കുറെ ധാന്യം കിടക്കുന്നത് കണ്ടു. ധാന്യം കണ്ട് പറന്നു എത്തിയത് ഒരു വേടൻ വിരിച്ച വലയിലായിരുന്നു. പ്രാവുകൾ വലയിൽ കുരുങ്ങി. അവ വേടൻ നടന്നു വരുന്നത് കണ്ടു. ആപത്ത് വരാൻ പോകുമ്പോൾ ബുദ്ധി പ്രയോഗിക്കണമല്ലോ എന്ന് അവ പദ്ധതി ആലോചിച്ചു. എല്ലാ പക്ഷികളും ഒരുമിച്ചു പറന്നുയരാൻ തീരുമാനിച്ചു. വേടൻ അടുത്തെത്തിയപ്പോൾ അവ വലയമായി പറന്നുയർന്നു. ഐക്യമാണ് ശക്തി എന്ന് പ്രാവുകൾ തെളിയിച്ചു. താങ്ക് യു. Thank you, Arish. Next, for poem reading in Sanskrit, I invite Anika R of 5th B. Hariom, Namaste.
पद्यं सुन्दरोऽयं जीवलो नानावर्णा प्रकृतिं पश्यतु तव मम चित्तं हरति च नित्यं श्रुत्वा मर्मरनादं सर्वे निवसन्त्येवं मोदसमेदं पिगस्तु गायति नृत्यति केगी ऐन्द्रश्चापों विलसति गगने वृक्षात् कूर्दति वानरवीरो हरिणो धावत्यधिरुचिरम्भो प्रसरति षण्डाकलभसुवीरो गच्छति शनकैकच्छपपादः मध्ये मध्ये बसति च शुनको मीवति म्याऊमाचारोऽपि धन्यवाद. Thank you, Anika. Next, for words by Kunjunimash, I invite Kirtana VS of UKG. Hari Om, I am Kirtana VS. ഈ വായനാ ദിനത്തിൽ ഞാൻ കുഞ്ഞുണ്ണി മാഷിന്റെ 2 വരികൾ വായിക്കുന്നതാണ്. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചാൽ വളർന്ന് വിളയും, വായിച്ചില്ലെങ്കിൽ വളർന്ന് വളയും. നമുക്ക് വളയണ്ട, നമുക്ക് വിളയാം. നന്ദി. Thank you, Kirtana. Next, for Malayalam reading, I invite Parvati Esnar of 3rd B. വളർത്ത് കുരങ്ങ് ഒരിടത്തൊരു പാമ്പാട് ജീവിച്ചിരുന്നു. തൻ്റെ പാമ്പുകൾക്കൊപ്പം ഒരു കുരങ്ങിനെയും അയാൾ വളർത്തിയിരുന്നു. അയാൾ കുരങ്ങനോട് വളരെ പരുഷമായിട്ടാണ് പെരുമാറിയത്. ചെറിയ തെറ്റുകൾക്ക് പോലും അയാൾ അവനെ അതിക്രൂരമായി ശിക്ഷിച്ചിരുന്നു. പല പ്രാവശ്യം കുരങ്ങൻ രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും അയാൾ അവനെ പിടികൂടിയിരുന്നു. എല്ലാവർക്കും എൻ്റെ വായന ദിന ആശംസകൾ. നന്ദി, നമസ്കാരം. ഹരിയോ. I am Parvati Esnar, roll number 20. Thank you. Next, for Panchatantra Kada in Sanskrit, I invite Srihari N of class 7A. हरि ओम. मम नाम श्रीहरि. अहं चिन्मय विद्यालये 7मी कक्षा पठामि. अहं संस्कृते एकां कथा वदामि. कस्मिंश्चित् वने सिंहपरिवारो वसति स्म. सिंही प्रसवानन्तरं शिशुं परिपालयन्ति गृहं शोषयते स्म. सिंहः प्रतिदिनं मृगान् हत्वा आनयत्. एकस्मिन् दिने सः कमपि मृगं न अलभत. निराशो भूत्वा प्रतिनिवर्तमानः सः मार्गमध्ये एकं शृगालशावकम् अपश्यत्. तं सजीवमानीय भार्याम् अवदत्, प्राणापायेऽपि नारीं ब्रह्मचारिणं सन्यासिनं बालं च न हन्यत् इत्यतः अस्य वधं करोमि. सिंहस्य वचनं श्रुत्वा सिंही अवदत्, प्रभो, एवं चेत् अहम् इमं पालयामि इति. द्विपुत्रसहितसिंही शृगालशिशुं स्वपुत्रमिव स्वस्त्यन्नेन पोषयितुं निश्चिनोति. एवं सिंहपुत्रैः साकं शृगालपि ससुखम् अपस्तः. धन्यवादः. Thank you, Srihari. Next, for Hindi poem reading, I invite Isha S. Nair of class 5th. नमस्कार, मेरा नाम ईशा एस नायर. मैं कक्षा 5 में पढ़ती हूँ. आज मैं यहाँ किशोर काबरा की एक सुंदर कविता प्रस्तुत करने जा रही हूँ. उस कविता का नाम है पत्तों का खेल.
तरह तरह के पत्ते लाकर आवो खेले खेल। मैं पीपल का कोमल कोमल चिकना चिकना पत्ता लाऊं और बजाऊं उसका बाजा, पी 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 उसे बजाओ। मेरे पीछे तुम सब चलना बन जाएगी रेल, मेरे पीछे तुम सब चलना बन जाएगी रेल। लाऊं मैं बरगद का पत्ता, जितना मोटा उतना गत्ता, उस पत्ते का पत्र बनाकर भेजूंगा सीधे कलकत्ता। बरगद के पत्ते की चिट्ठी ले जाएगी मेल, बरगद के पत्ते की चिट्ठी ले जाएगी मेल। आहा नीम की पत्ती भाई, अरे कभी क्या तुमने खाई, इसकी टहनी दातुन बनती और चाल से बने दवाई। इसी नीम के फल से निकले कड़वा कड़वा तेल, इसी नीम के फल से निकले कड़वा कड़वा तेल। तरह तरह के पत्ते लाकर आवो खेले खेल। मैं पीपल का कोमल कोमल चिकना चिकना पत्ता लाऊं और बजाऊं उसका बाजा, पी 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 उसे बजाओ। मेरे पीछे तुम सब चल बन जाएगी रेल, मेरे पीछे तुम सब चलना बन जाएगी रेल। धन्यवाद। Thank you, Isha. Next, I invite Atulya S of class 9 for English reading. Hello, good morning to all. Today, being World Reading Day, I am here to read the book named Moby Dick, written by Herman Melville. So let's get started with first chapter. Living the Land. My name is Ismail. Some years ago, having no money in my pocket, I went to sea. I thought that I would sail around and see the watery part of the world. Even now, whenever I feel as if it is a damp, drizzly November day inside of me, I think that it is high time to get to sea as soon as I can. I long to be out there at the horizon, that place on the water where the seems to meet the sky. It is where people on the land lose sight of the sea. But the world does not end at the horizon. For me, the horizon is where the world begins. One morning, I awoke with a restless feeling and went out for a walk. I found myself wandering down to the sea. I sat on the dock and dreamily started out over the ocean. However, I loved to stand on the deck and feel the warmth of the sun on my back and the cool spray of the salty breeze tingle my cheek and ruffle my hair. The best way to go to sea is as a sailor, with water all around and a huge blue sky above. Sitting there, I looked at the boat that were tied to the dock. The waves gently rocked the boats from side to side, causing them creak and groan, as if they were restless to get back to the sea. It was then I decided to leave the land and return to sea. Feeling free and happy, I returned to my room and stuffed a shirt or two into my old suitcase. There was no time to lose now. I had made up my mind. Soon I was on my way. When I reached New Bedford, it was already dark, and I found I had missed the last boat to Nantucket. I was hungry and tired, so I looked for a place to eat and sleep. As I had only a few pieces of silver, I had to choose a place that was not too expensive. After searching a while, I came upon a place called the Spotted Inn. It looked dark and shabby, but being so tired, I was glad to find a place that offered something to eat and a bed to sleep in. It was probably cheap. I thought to myself, I may as well as go in and see if there is a place for me. As I pushed the door open, I noticed the walls were covered with rusty and spears, called harpoon, used to kill whales. Thank you, Atulya. Next, I invite Gauri Nandana of 3rd B for reading Malayalam. ഹരിയോ, ഞാൻ ഗൗരി നന്ദന. വായിച്ചു വളർന്നാൽ വിളയും എന്ന കവിവാക്യം എത്ര വലുതാണ്. പുതിയ തലമുറയിൽ നിന്നും വായന അന്യം നിന്നു പോവുകയാണ്. പുത്തൻ സാങ്കേതിക വിദ്യയിൽ വീർപ്പുമുട്ടി വായന ഇല്ലാതാവുകയാണ്. സാമൂഹിക മാധ്യമങ്ങൾ വായനയുടെ ഇടം കവർന്നിരിക്കുകയാണ്.
മുൻകാല മഹാന്മാരുടെ വിജയത്തിൻ്റെ രഹസ്യം വായന തന്നെയാണ്. നമുക്കെല്ലാവർക്കും വായിച്ചു വളരുക, ചിന്തിച്ചു വിവേകം നേടുക. ഈ വാക്കുകൾ മുറുക്കെ പിടിച്ചു നമുക്ക് മുന്നേറാം. നന്ദി, നമസ്കാരം. Thank you, Gauri. Next, for a poem reading, I invite Nandita and Diya Krishnan of class 8. ഹരി ഓം. വായനയുടെ വിശാല ലോകത്തേക്കുള്ള വാതായനങ്ങളാണല്ലോ അക്ഷരങ്ങൾ. അക്ഷരം എന്ന കവിതയാണ് ഞങ്ങൾ ഇവിടെ പാരായണം ചെയ്യുന്നത്. അക്ഷരം അക്ഷയ പാത്രമാക്കിയിടുക അക്ഷരാഭ്യാസിയാം കൂട്ടുകാരെ. അക്ഷരം അക്ഷയ പാത്രമാക്കിയിടുക അക്ഷരാഭ്യാസിയാം കൂട്ടുകാരെ. അജ്ഞതയാമന്ധകാരത്തിനപ്പുറം അറിവിൻ വെളിച്ചമായി മാറിയിടുക. ആജ്ഞകളേറ്റു തളരും മനസ്സിൽ ആയുധമായിടും സ്നേഹാക്ഷരം. ആശ്രയമറ്റ് കഴിയും മനസ്സിൽ ആശ്രിതരാകുന്നതാണക്ഷരം. ആശയം തീർക്കുവാൻ ആഗ്രഹം നേടുവാൻ അറിയണം ആദ്യമായി നാം അക്ഷരം. അറിവിന്റെ ലോകത്ത് അമരരായി മാറുവാൻ അവലംബമായിടും അക്ഷരങ്ങൾ. അലയാഴിയകത്തിൽ ജ്ഞാനം അറിഞ്ഞിടാൻ ആലംബമായി മാറും അക്ഷരങ്ങൾ. അകിരമായാളുന്ന ചിന്തകൾ അനുദിനം അണയാതെ കാക്കുന്നതാണക്ഷരം. അഖില പ്രയാണത്തിൽ അവബോധമേകുന്ന അർത്ഥമായി മാറുന്നതാണക്ഷരം. പ്രയാണത്തിൽ അവബോധമേകുന്ന അർത്ഥമായി മാറുന്നതാണക്ഷരം. താങ്ക് യു. Next, for telling the importance of reading, I invite Karthik VS of UKG. ഹരി ഓം, ഐ എം കാർത്തിക്. പുസ്തകങ്ങൾക്കുള്ള പ്രാധാന്യം എന്താണ്? കാലില്ലാതെ നമുക്ക് ലോകസഞ്ചാരം നടത്താം. പുസ്തകങ്ങളിലൂടെ ടുഡേ ഈസ് റീഡർ, ടുമാറോ ഈസ് ലീഡർ. ഇന്നത്തെ വായനക്കാർ നാളത്തെ ജേതാക്കൾ. താങ്ക് യു. Thank you, Karthik. Next, for Malayalam reading, I invite Karthik Anu of 3rd B. ഹരി ഓം, ഞാൻ കാർത്തിക അനു, 3rd ബിയിൽ പഠിക്കുന്നു. ഇന്ന് ജൂൺ 19 വായന ദിനം. വായനയുടെയും അറിവിന്റെയും ലോകത്തേക്ക് നമ്മെ കൈപിടിച്ചു നടത്തിയ ശ്രീ P.N. പണിക്കരുടെ ചരമദിനം. വായിച്ചു വളരുക, ചിന്തിച്ചു വിവേകം നേടുക എന്ന മുദ്രാവാക്യത്തിലൂടെ കേരളത്തെ വായനയുടെ ലോകത്തേക്ക് ഉയർത്തിയ ഒരു വലിയ മനുഷ്യനാണ് അദ്ദേഹം. നമുക്ക് പുസ്തകങ്ങളോട് ചെങ്ങാത്തം കൂടി നമ്മുടെ മാനസികവും ബുദ്ധിപരവുമായ കഴിവുകൾ വികസിപ്പിക്കാം. ലോകത്തിന്റെ വെളിച്ചമാണ് പുസ്തകങ്ങൾ. ആ വെളിച്ചം കണ്ടു വേണം നമ്മൾ വളരാൻ. എന്നാൽ ഇന്ന് വായന കുറഞ്ഞു വരികയാണ്. ഞാൻ അടങ്ങുന്ന പുതിയ തലമുറകൾ മൊബൈലിലും കമ്പ്യൂട്ടറിലുമായി ചുരുങ്ങി പോകുന്നു. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും എന്ന കുഞ്ഞിനി മാഷിന്റെ വാക്കുകൾ നമുക്ക് ഓർക്കാം. എല്ലാവർക്കും എൻ്റെ വായനാ ദിന ആശംസകൾ. നന്ദി, നമസ്കാരം. Thank you, Karthik. Next, for English reading, I invite Vidya N. Hari Om. Clouds. It is hot. The sky is blue. A little cloud comes looking for you. More cloud come. They bring rain. Sing and dance. It's cool again.
प्रणाम। मेरा नाम गौरी एस नायर है। मैं कक्षा 7वीं में पढ़ती हूँ। मैं आज आप सबके सामने एक सुंदर कहानी प्रस्तुत करने जा रही हूँ। इस कहानी का नाम है चुनमुन चूहा और ऐरावत हाथी। बहुत समय पहले की बात है। एक गांव में कुछ गांववासी रहा करते थे। एक दिन अचानक गांव में भयंकर भूकंप आया। गांववासी अपनी जान बचाकर गांव छोड़कर इधर उधर सुरक्षित स्थान पर चले गए और गांव में मकान खाली हो गए। तभी वहां चूहों का एक झुंड आ गया और खाली मकान देखकर बहुत खुश हुआ। चूहों के राजा चुनमुन ने उसी गांव में रहने का फैसला किया। उसी गांव के पास एक बहुत बड़ा पानी का झील था। झील का पानी पीने के लिए वहां एक हाथियों का झुंड आया करता था। उसी हाथी के झुंड में एक सफेद हाथी था जिसका नाम ऐरावत था। जब भी हाथियों का झुंड पानी पीने आता था तो छोटे छोटे चूहों का अपनी प्राण से हाथ धोना पड़ जाता था। इस तरह सभी चूहों के सामने ये बहुत बड़ी समस्या बन गई। चूहों के राजा चुनमुन ने सोचा कि इस तरह तो उनकी जाति का सर्वनाश हो जाएगा और इसलिए उसे हाथियों से बात करनी होगी। अगले दिन सारे चूहे झील के पास हाथियों से मिलने गए। चुनमुन ने हाथियों से कहा और उनकी समस्या प्रकट की और कहा कि भविष्य में जब भी उनकी जरूरत पड़े तो वो उनकी सहायता करेंगे। चुनमुन की बात सुनकर सारे हाथी हंसने लगे और सोचने लगे कि वो छोटे छोटे चूहे उनकी क्या मदद कर पाएंगे। लेकिन सफेद ऐरावत हाथी ने चूहों की बात बड़े ध्यानपूर्वक सुनी और उसने चूहों और सारे चूहों को आविश्वास दिया कि वह जब भी पानी पीने आएंगे तो बड़े ध्यान से आएंगे ताकि उन्हें कोई नुकसान ना पहुंचे। ये कहकर हाथियों का झुंड वापस जंगल की ओर निकल पड़ा और उधर चुनमुन अपने साथियों के साथ गांव की ओर चल गया। लेकिन अचानक एक दिन जंगल में कुछ शिकारी आ गए और हाथियों को पकड़ा। मुश्किल में फंस ऐरावत हाथी ने अपने साथियों को गांव भेजा और चुनमुन से सहायता पूछी। जब वह चुनमुन की पलहट पहुंचे तो अपनी दांतों से उन्हें मोहित किया। हाथियों ने चूहों की बहुत प्रशंसा की और तुम्हें सब हमारी पीठ पर बैठ जाओ ताकि हम सभी जंगल घूम आए। अब हाथी और चूहा मिलजुल कर रहने लगे। कहानी का अर्थ, कभी भी किसी छोटे जीव को अपने से कमजोर नहीं समझना चाहिए। धन्यवाद। Thank you, Gauri. Next, for Malayalam poem reading, I invite Gada Manoj. ഹരിയോ, ഞാൻ ഗാദാ മനോജ്. വയലാർ രാമവർമ്മ എഴുതിയ കായലിനക്കരെ എന്ന കവിതയാണ് ഞാൻ ഇവിടെ ചൊല്ലാൻ പോകുന്നത്. കായലിനക്കരെ പോകാൻ എനിക്കൊരു കളിവള്ളമുണ്ടായിരുന്നു, പണ്ടൊരു കളിവള്ളമുണ്ടായിരുന്നു. ഒത്തിരി ദൂരം തുഴഞ്ഞ് തരാനൊരു മുത്തശ്ശി ഉണ്ടായിരുന്നു, നല്ലൊരു മുത്തശ്ശി ഉണ്ടായിരുന്നു. അന്തിക്കു ഞങ്ങളാ കായലിനക്കരെ അമ്പലം
Thank you, Dada. Next, for our story reading, I invite Sriram S. Manoj. Hi dear Miss, I see it. My story can be trip story. Peppa, George, Mummy Pig, Tiger, holiday. Look, say Peppa. Mummy Pig, hooray! Daddy, go in the holiday. Jump in the camper. We gotta go on the holiday in the camper van. We gotta go on the holiday in the camper van. Thank you, Miss. Thank you, Sriram. Next, for an Hindi reading, I invite Anjali Srikumar of class 9. हरिओम। गाजन दिवस के इस अवसर पर सबका मेरा शुभकामनाएं। मैं अंजलि और 9वीं कक्षा में पढ़ती हूँ। मैं आपके सामने स्वास्थ्य रक्षा संबंधित एक लेख का वाचन कर रही है। मुंह के अनुसार भोजन, निर्मल जल, साफ हवा और दूध, इनको पाकर मनुष्य का शरीर स्वस्थ रहता है। यदि हमारे कलम की नोक टूटी हुई है तो उसके हम लिख नहीं सकता है। इसी तरह यदि हमारे शरीर चुस्त, तेज और तीखा नहीं है तो हम स्वस्थ नहीं हैं। तब हम ठीक तरह के काम नहीं कर सकता है। यदि हमारे शरीर स्वस्थ है तो उसमें फुर्ती होगी। इसलिए शरीर को हर समय स्वस्थ और चुस्त रखना चाहिए। अपने शरीर को निरोग और बलवान बनाइए। जिन बातों से शरीर की ताकत उठती है उनको छोड़ देना चाहिए। अधिक सोना, अधिक बोलना आदि से शरीर की शक्ति कम हो जाता है। स्वास्थ्य की रक्षा के लिए शरीर की सफाई का पूरा ध्यान रखना चाहिए। भारत एक गर्म देश है। यहाँ 12 महीने नहाना जरूरी है। ज्यादा भोजन करना चाहिए। पेड़ को ठुस कर नहीं फरना चाहिए। शरीर की सफाई रखना चाहिए। साफ कपड़ा पहनना चाहिए। समय पर सोना और सूर्य निकलने से पहले उठना चाहिए। व्यायाम अवश्य करना चाहिए। इन उपायों से शरीर का व्यस्त करना चाहिए। धन्यवाद। Now, let's wind up this program. I would like to express my sincere gratitude towards our principal, Dr. Lali ma'am, and our dearest manager, K.S. Vijay Kumar sir, and our students and teachers who have been watching this program. जनगण मन अधिनायक जय हे भारत भाग्य विधाता पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा विंध्य हिमाचल यमुना गंगा उच्छल जलधि तरंगा तव शुभ नामे जागे तव शुभाशिष मागे गाहि तव जय गाथा जनगण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 जय